സോ നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നതാണ് സ്റ്റീം ഡിസ്റ്റിലേഷൻ. സോ അതിന്റെ പ്രിൻസിപ്പിൾ എന്താണ്? എ മിക്സ്ചർ ഓഫ് ഇമ്മസിബിൾ ലിക്വിഡ് ബോയിൽ വെൻ ദി സം ഓഫ് വേപ്പർ പ്രഷർ ഇസ് ഈക്വൽ ടു അറ്റ്മോസ്ഫിയറിക് പ്രഷർ. നമ്മൾ നേരത്തെ പറഞ്ഞു വേപ്പർ പ്രഷർ, അതായത് ലിക്വിഡിന്റെ വേപ്പർ പ്രഷർ അറ്റ്മോസ്ഫിയറിക് പ്രഷറിന് ഈക്വൽ ആവുമ്പോഴാണ് ബോയിലിംഗ് നടക്കുക എന്ന് പറഞ്ഞു അല്ലെ. അപ്പോ അതേപോലെ തന്നെ നമ്മൾ ഇവിടെ എന്താ പറഞ്ഞത്? സം ഓഫ് വേപ്പർ പ്രഷർ. ഓക്കെ, സം ഓഫ് വേപ്പർ പ്രഷർ അറ്റ്മോസ്ഫിയറിക് പ്രഷറിന് ഈക്വൽ ആണെങ്കിൽ അപ്പോഴും ബോയിലിംഗ് നടക്കുന്നുണ്ട്. അതായത് നമുക്ക് ഒരു എക്സാമ്പിൾ പറയാം, അപ്പൊ മനസ്സിലായിക്കോളും. സോ നമ്മൾ ഒരു വാട്ടർ ടെർപ്പൻറ്റൈന്റെ മിക്സ്ചർ എടുത്തു. നിങ്ങൾക്കറിയാം വാട്ടർ ഏത് ഡിഗ്രിയിലാണ് ബോയിൽ ആവുക? 100 ഡിഗ്രി സെൽഷ്യസ് അല്ലെ. ടെർപ്പൻറ്റൈൻ എത്ര ഡിഗ്രിയിലാണ് ബോയിൽ ആവുക? 160 ഡിഗ്രി സെൽഷ്യസ്. 100 ഡിഗ്രി സെൽഷ്യസില് വാട്ടറിന്റെ വേപ്പർ പ്രഷർ എത്രയായിരുന്നു? 101.31 കിലോ പാസ്കൽ ആയിരുന്നു അല്ലെ. ഇനി ഇൻ ദ കണ്ടീഷൻ ദാറ്റ് 95 ഡിഗ്രി സെൽഷ്യസ് എടുക്കാം. 95 ഡിഗ്രി സെൽഷ്യസില് വേപ്പർ പ്രഷർ ഓഫ് വാട്ടർ എത്രയാണ്? 86.25 കിലോ പാസ്കൽ ആണ്. ടെർപ്പൻറ്റൈൻ്റെ എത്രയാണ്? 15.06 കിലോ പാസ്കൽ ആണ്. ഓക്കെ, അപ്പൊ ഇത് രണ്ടും നമ്മൾ സമ്മ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്രയാ കിട്ടുന്നത്? 101.31 കിലോ പാസ്കൽ, വിച്ച് ഇസ് ദി അറ്റ്മോസ്ഫിയറിക് പ്രഷർ അല്ലെ. അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഇത്. അപ്പോ ഈ അറ്റ്മോസ്ഫിയറിക് പ്രഷർ നമുക്ക് ഏത് ഡിഗ്രി സെൽഷ്യസ് ആകുമ്പോൾ കിട്ടി? 95 ഡിഗ്രി സെൽഷ്യസ് ആകുമ്പോൾ. രണ്ടിന്റെ മിക്സ്ചർ ആണെങ്കിൽ 95 ഡിഗ്രി സെൽഷ്യസില് ഈ ഒരു അറ്റ്മോസ്ഫിയറിക് പ്രഷർ കിട്ടി. വിച്ച് മീൻസ് ദാറ്റ് ഈ ടെമ്പറേച്ചറിൽ നമുക്ക് ഈ മിക്സ്ചറിനെ ബോയിൽ ആക്കാൻ പറ്റും. മനസ്സിലായോ? അതായത് നമ്മളൊരു വാട്ടറിന്റെയും ടെർപ്പൻറ്റൈന്റെയും മിക്സർ എടുത്തു. അപ്പൊ നോർമലി വാട്ടറിന്റെ ബോയിലിംഗ് എത്രയാണ്? 100 ഡിഗ്രി ആൻഡ് ടെർപ്പൻറ്റൈൻ എപ്പോഴാണ്? 160 ഡിഗ്രി. വേപ്പർ പ്രഷർ ഓഫ് ദി ലിക്വിഡ് ഈക്വൽ ടു അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആവുമ്പോഴാണ് ഈ ബോയിലിംഗ് നടക്കുക അല്ലെ. അങ്ങനെയാണെങ്കിൽ 95 ഡിഗ്രി സെൽഷ്യസില് ഇതിന്റെ രണ്ടിന്റെയും വേപ്പർ പ്രഷർ ഉണ്ടാവില്ലേ, അത് രണ്ടും കൂടെ നമ്മൾ സമ്മ് ചെയ്ത് കഴിഞ്ഞാൽ അറ്റ്മോസ്ഫിയറിക് പ്രഷർ കിട്ടും. 101.31 കിലോ പാസ്കൽ കിട്ടി. അപ്പോ അറ്റ്മോസ്ഫിയറിക് പ്രഷർ കിട്ടി കഴിഞ്ഞാൽ വി നോ ദാറ്റ് സബ്സ്റ്റൻസ് വിൽ ഗെറ്റ് ബോയിൽഡ്. ഓക്കെ, അതാണ് പറഞ്ഞത്. സോ സം ഓഫ് ദി വേപ്പർ പ്രഷർ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഈക്വൽ ആവുകയാണെങ്കിൽ അപ്പോൾ ബോയിലിംഗ് നടക്കും. ഓക്കെ, അപ്പൊ അതാണ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റീം ഡിസ്റ്റിലേഷൻ. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ലബോറട്ടറി ഇൻഡസ്ട്രിയൽ സ്കെയിലിൽ വരുന്ന എക്യുപ്മെന്റ് ആണ്. അപ്പോൾ ലബോറട്ടറി സ്കെയിലിൽ ഫസ്റ്റ് എന്ത് വേണം? ഒരു സ്റ്റീം ക്യാൻ വേണം. ഈ സ്റ്റീം ക്യാനിലാണ് നമ്മൾ വാട്ടർ എടുക്കുന്നത്. ദെൻ ഇവിടെ ഒരു സേഫ്റ്റി ട്യൂബ് ഉണ്ട്. ഇതൊരു ബെൻഡ് ട്യൂബായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട് അല്ലെ. ഈ ബെൻഡ് ട്യൂബ് എന്തിലേക്കാണ് കണക്ട് ചെയ്തിരിക്കുന്നത്? ഡിസ്റ്റിലേഷൻ ഫ്ലാസ്ക്. അതായത് ഏത് മെറ്റീരിയൽ ആണോ നമുക്ക് ഡിസ്റ്റിലേഷൻ ചെയ്യേണ്ടത് ആ മെറ്റീരിയൽ ഈ ഡിസ്റ്റിലേഷൻ ഫ്ലാസ്കിൽ എടുത്തിട്ടുണ്ട്. ഒരു ഡെലിവറി ട്യൂബ് ത്രൂ ഇതൊരു കണ്ടൻസറിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു അഡാപ്റ്റർ ഉണ്ട്, ദെൻ റിസീവർ ഉണ്ട്. ഇതിലാണ് നമ്മൾ ഡിസ്റ്റിലേറ്റ് കളക്ട് ചെയ്യുക. ഓക്കെ, നേരത്തെ പോലെ തന്നെ. ഇനി വർക്ക് എങ്ങനെയാണ്? നമ്മൾ ഈ സ്റ്റീം ക്യാനും അതേപോലെ ഡിസ്റ്റിലേഷൻ ഫ്ലാസ്കയും ഹീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ സ്റ്റീം ക്യാൻ എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? സ്റ്റീം പ്രൊഡ്യൂസ് ചെയ്യില്ലേ. ഈ സ്റ്റീം ഈ ബെൻഡ് ട്യൂബ് ത്രൂ ഡിസ്റ്റിലേഷൻ ഫ്ലാസ്കിലേക്ക് വരും. ഡിസ്റ്റിലേഷൻ ഫ്ലാസ്കും ഹീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവിടെ വേപ്പർ ഫോം ചെയ്യുന്നുണ്ട്. ഈ വേപ്പറിനെ ഈ സ്റ്റീം, അതായത് ഈ വേപ്പറിനെ ഈ സ്റ്റീം ഈ ഡെലിവറി ട്യൂബിലൂടെ ക്യാരി ഔട്ട് ചെയ്യും. അങ്ങനെ അത് കണ്ടൻസറിൽ എത്തും. കണ്ടൻസറിൽ എന്താവും? അത് കൂൾ ചെയ്തിട്ട് നമുക്ക് ഡിസ്റ്റിലേറ്റ് ഈ റിസീവറിൽ കിട്ടും. ഓക്കെ, അതാണ് എന്ത്? സ്റ്റീം ഡിസ്റ്റിലേഷന്റെ വർക്കിംഗ്. സോ ഇവിടെ എന്ത് കൂടെ വേണം? ഒരു സ്റ്റീം ക്യാൻ കൂടെ എക്സ്ട്രാ വേണം. ഇൻഡസ്ട്രിയൽ സ്കെയിലിൽ നോക്കുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ എക്യുപ്മെന്റ് പോലെ തന്നെയാണ്. ഇവിടെ എന്തുണ്ട്? ആദ്യം ഒരു സ്റ്റിൽ ഉണ്ട്. ഈ സ്റ്റിൽ എന്താണത്? ഒരു പെർഫറേറ്റഡ് പ്ലേറ്റ് ഉണ്ട്. ഇവിടെ നമ്മൾ സ്റ്റീം ആയി കൊടുക്കുന്നുണ്ട് ബോട്ടം പോർഷനിലൂടെ. സോ ഇതെന്ത് ചെയ്യും? വേപ്പർ ആയിട്ട് മാറും. അത് ഈ കണ്ടൻസറിലേക്ക് പാസ് ചെയ്യും. ഫ്രം ദി കണ്ടൻസർ അത് ഡിസ്റ്റിലേറ്റ് ആയിട്ട് മാറും. നമുക്കത് സെപ്പറേറ്റ് ചെയ്തെടുക്കാം അല്ലെ. സോ അതാണ് ഇൻഡസ്ട്രിയൽ സ്കെയിലിൽ വരുന്ന വർക്കിംഗ്. ഓക്കെ, സോ ഇതിന്റെ അഡ്വാൻറ്റേജ് എന്തൊക്കെയാ? ഓയിൽ സെപ്പറേറ്റഡ് അറ്റ് ലോവർ ടെമ്പറേച്ചർ പ്രിവെന്റ് ഡീകമ്പോഷൻ പ്രിവെന്റ് ചെയ്യാം. ഡിസ്അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് സ്യൂട്ടബിൾ ഇഫ് ഓയിൽ റിയാക്ട് വിത്ത് വാട്ടർ. വാട്ടറും ഓയിലും തമ്മിൽ റിയാക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യാൻ പറ്റില്ല. യൂസ് എന്താ? സെപ്പറേഷൻ ഓഫ് ഇമ്മസിബിൾ ലിക്വിഡ്, എക്സ്ട്രാക്ഷൻ ഓഫ് വോളറ്റൈൽ ഓയിൽ, പ്രിപ്പറേഷൻ ഓഫ് അരോമാറ്റിക് വാട്ടർ, ഐസൊലേഷൻ ഓഫ് ഇന്റർമീഡിയറ്റ് ഇൻ ഓർഗാനിക് സിന്തസിസ്. അതേപോലെ പെട്രോളിയം റിഫൈനറീസിലൊക്കെ നമ്മൾ യൂസ് ചെയ്ത ഒരു ടെക്നിക്കാണ് എന്ത്? സ്റ്റീം ഡിസ്റ്റിലേഷൻ. സോ എന്താണ് സ്റ്റീം ഡിസ്റ്റിലേഷൻ എന്നുള്ളത് മനസ്സിലായില്ലേ? അപ്പോ ഇതിന്റെ പ്രിൻസിപ്പിൾ ആണ് ഇമ്പോർട്ടന്റ്. സം ഓഫ് വേപ്പർ പ്രഷർ ഇസ് ഈക്വൽ ടു അറ്റ്മോസ്ഫിയറിക് പ്രഷർ. ഓക്കെ, അപ്പൊ അവിടെയാണ് ബോയിലിംഗ് നടക്കുക. ഇനി നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നതാണ് മോളിക്കുലാർ ഡിസ്റ്റിലേഷൻ. സോ മോളിക്കുലർ ഡിസ്റ്റിലേഷൻ നമ്മൾ ഇവോപ്പറേറ്റീവ് അല്ലെങ്കിൽ ഷോർട്ട് പാത്ത് ഡിസ്റ്റിലേഷൻ എന്ന് പറയുന്നുണ്ട്.
ഓക്കെ, ഇവോപ്പറേറ്റീവ് ഓർ ഷോർട്ട് പാത്ത് ഡിസ്റ്റിലേഷൻ. സോ അതിന്റെ ഡെഫിനിഷൻ നോക്കാം. ഡിസ്റ്റിലേഷൻ പ്രോസസ് ഇൻ വിച്ച് ഈച്ച് മോളിക്യൂൾ ഇൻ ദ വേപ്പർ ഫേസ് ട്രാവൽ മീൻ ഫ്രീ പാത്ത്. മീൻ ഫ്രീ പാത്ത് എന്ന് പറഞ്ഞാല് കൊളീഷൻ ഇല്ലാണ്ട് മോളിക്യൂള് പാസ് ചെയ്യുന്ന ആ ഒരു ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ, മീൻ ഫ്രീ പാത്ത് എന്ന് പറയാം. mean free path and get condensed individually without intermolecular collision on application of Wake up. അല്ലെ, intermolecular collision ഇല്ലാണ്ട് മോളിക്യൂൾസ് ട്രാവൽ ചെയ്യുന്നതിനെയാണ് നമ്മൾ മെയിൻ ഫ്രീ പാത്ത് എന്ന് പറയാം. അപ്പൊ അതെങ്ങനെയാണ് പോസിബിൾ ആവുക? വേക്കം അപ്ലൈ ചെയ്തിട്ട്. ഓക്കെ, സോ മോളിക്കുലർ ഡിസ്റ്റിലേഷനിൽ നമ്മൾ എന്ത് അപ്ലൈ ചെയ്യും? വേക്കം അപ്ലൈ ചെയ്യും. അപ്പോൾ ഇന്റർമോളിക്കുലർ ഡിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യും. ആസ് എ റിസൾട്ട് ലെസ് കൊളിഷൻ മാത്രമേ നടക്കുള്ളൂ മോളിക്യൂൾസ് തമ്മിൽ. ഓക്കെ, അതാണ് മോളിക്കുലർ ഡിസ്റ്റിലേഷൻ. അപ്പൊ അത് കാണിക്കുന്ന ഒരു ഇക്വേഷൻ ആണ് ലാംഡ ഈക്വൽ ടു ഈറ്റ റൂട്ട് 3p റോ. ഓക്കെ, സോ ഇതാണ് ഇക്വേഷൻ ഓഫ് മോളിക്കുലർ ഡിസ്റ്റിലേഷൻ. ഇനി രണ്ട് ടൈപ്പ് ഓഫ് എക്യുപ്മെന്റ്സ് നമ്മൾ പഠിക്കുന്നുണ്ട്. ഫസ്റ്റ് വൺ ഇസ് falling film molecular still and second one is centrifugal molecular still. അപ്പോ ഫാളിംഗ് ഫിലിം മോളിക്കുലർ സ്റ്റിൽ എന്തൊക്കെയാ പാർട്സ് നോക്കാം അല്ലെ. ഫസ്റ്റ് ഓഫ് ഓൾ എന്തുണ്ട്? ഒരു ജാക്കറ്റഡ് വെസൽ ഉണ്ട്. ഇതാണ് ജാക്കറ്റഡ് വെസൽ. ഈ രണ്ട് സൈഡിൽ കാണുന്നില്ലേ ജാക്കറ്റഡ് വെസലിന്റെ ഭാഗം? അതിനകത്ത് ഈ കാണിച്ചിരിക്കുന്നതാണ് വൈപ്പർ. ഇവിടെ വൈപ്പർ ഉണ്ട്, ഇവിടെ ഒരു ഫീഡ് ഇൻലെറ്റ് ഉണ്ട്, ദെൻ കണ്ടൻസർ ഇവിടെ വന്നിട്ടുണ്ട്, ഇവിടെ റെസിഡ്യൂ ഔട്ട്ലെറ്റ്. ഇതാണ് റെസിഡ്യൂ ഔട്ട്ലെറ്റ്. ഇതാണ് റെസിഡ്യൂ ഔട്ട്ലെറ്റ്, ഇതാണ് പ്രൊഡക്റ്റ് ഔട്ട്ലെറ്റ്, ഇവിടെ വേക്കം പമ്പ് ഉണ്ട്. ഇത്രയാണ് കൺസ്ട്രക്ഷനിൽ വരിക. അപ്പൊ നമ്മൾ എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യാൻ നോക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എന്ത് ചെയ്യും? വേക്കം അപ്ലൈ ചെയ്യും. ഓക്കെ, നമ്മൾ വേക്കം പമ്പിലൂടെ വേക്കം അപ്ലൈ ചെയ്യും. ദെൻ ഫീഡ് ലിക്വിഡ്, ഈ ഫീഡ് ആൻഡ് ലിറ്റിലൂടെ ഫീഡ് ലിക്വിഡ് പാസ് ചെയ്യും. വൈപ്പർ സ്പ്രെഡ് ലിക്വിഡ് ടു എ തിൻ ഫിലിം. ഈ വൈപ്പർ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തും കൊണ്ട് നിൽക്കുക. അപ്പൊ വൈപ്പർ എന്ത് ചെയ്യും? ആ ലിക്വിഡിനെ ഒരു തിൻ ഫിലിം ആക്കി മാറ്റും, ബോളിലേക്ക് ഒരു തിൻ ഫിലിം ആക്കി മാറ്റും. സർഫസ് ഇസ് ഓൾറെഡി ഹീറ്റഡ്, ലിക്വിഡ് ഫിലിം ഇവോപ്പറേറ്റ് ക്വിക്ലി. ഈ സർഫസ് ഓൾറെഡി ഹീറ്റഡ് ആണ്, അതുകൊണ്ട് തന്നെ നമ്മൾ പറഞ്ഞു ഒരു തിൻ ഫിലിം ആക്കിയിരുന്നു അല്ലെ. അപ്പൊ ആ തിൻ ഫിലിമിലുള്ള ലിക്വിഡ് കണ്ടന്റ് ഒക്കെ ഇല്ലേ, അതൊക്കെ പെട്ടെന്ന് തന്നെ വേപ്പറൈസ് ആയിട്ട് മാറും. ഓക്കെ, അതായത് ലിക്വിഡ് ഫിലിം ഇവോപ്പറേറ്റ് ക്വിക്ലി. വേപ്പർ മൂവ് ടു കണ്ടൻസർ. എന്നിട്ട് എന്ത് ചെയ്യും? ആ വേപ്പർ എവിടേക്ക് മൂവ് ചെയ്യും? കണ്ടൻസറിലേക്ക് മൂവ് ചെയ്യും. ദെൻ വി ക്യാൻ കളക്ട് ദി ഡിസ്റ്റിലേറ്റ്. ആ പ്രൊഡക്റ്റ് ഔട്ട്ലെറ്റിൽ നിന്ന് നമുക്ക് ഡിസ്റ്റിലേറ്റ് കളക്ട് ചെയ്യാൻ പറ്റും. ബാക്കി വരുന്ന റെസിഡ്യൂ ഒക്കെ നമുക്ക് റെസിഡ്യൂ ഔട്ട്ലെറ്റിലൂടെ കണക്ട് ചെയ്യാം. വീണ്ടും നമുക്കത് റീസൈക്കിൾ ചെയ്തിട്ട് പിന്നെയും ഈ ഒരു മെത്തേഡ് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, അപ്പൊ ഇതാണ് വർക്കിംഗ് ഓഫ് ഫാളിംഗ് ഫിലിം മോളിക്കുലർ സ്റ്റിൽ. ഓക്കെ, അപ്പൊ എന്താണ്? സിമ്പിൾ ആണ് വർക്കിംഗ്. നമ്മൾ എന്താ ചെയ്യുക? വേക്കം അപ്ലൈ ചെയ്യുക, ഇതിലൂടെ ഫീഡ് കൊടുക്കുക. ഈ വൈപ്പർ റൊട്ടേറ്റ് ചെയ്തുകൊണ്ട് തന്നെ എന്താകും? ഈ ഒരു തിൻ ഫിലിം പോലെ ഇത് വോളിൽ വന്നിട്ട് ഇങ്ങനെ ഫിലിം ആയി നിൽക്കും. ദെൻ ഇത് ഓൾറെഡി ഹീറ്റഡ് ആണ്, സോ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് ഇവോപ്പറേറ്റ് ചെയ്യും. ആ തിൻ ഫിലിം എന്നുള്ള ലിക്വിഡ് കണ്ടന്റ് ഒക്കെ പെട്ടെന്ന് തന്നെ ഇവോപ്പറേറ്റ് ചെയ്യും. അങ്ങനെ അത് ഇതിന്റെ അകത്തുള്ള ഈ കണ്ടൻസറിലേക്ക് എത്തും. കണ്ടൻസർ നമുക്ക് പ്രൊഡക്റ്റ് കിട്ടും, ഡിസ്റ്റിലേറ്റ് കിട്ടും. ആൻഡ് ബാക്കി വരുന്ന റെസിഡ്യൂ നമുക്ക് റെസിഡ്യൂ ഔട്ട്ലെറ്റ് വഴി കളക്ട് ചെയ്യാം. സിമ്പിൾ അല്ലേ വർക്കിംഗ്? ഇനി നെക്സ്റ്റ് വൺ നോക്കാം, സെൻട്രിഫ്യൂഗൽ മോളിക്കുലർ സ്റ്റിൽ. അപ്പൊ ഇവിടെ നമുക്ക് വേണ്ടത് ഒരു ബക്കറ്റ് ആണ്. ഓക്കെ, എന്താണത്? ഒരു ബക്കറ്റ് അല്ലെ. ദെൻ ബക്കറ്റ് ഉണ്ട്, ഇവിടെ വേക്കം പമ്പ് ഉണ്ട്, ഇവിടെ ഹീറ്റർ ഉണ്ട്, ഇതാണ് കണ്ടൻസർ. ഫീഡ് നമ്മൾ ഈ ഒരു പോർഷനിലൂടെയാണ്, സെന്ററിലേക്കാണ് നമ്മൾ ഫീഡ് ആഡ് ചെയ്യുക. ആൻഡ് ഇവിടെയാണ് പ്രൊഡക്റ്റ് ഔട്ട്ലെറ്റ്, ഇവിടെയാണ് റെസിഡ്യൂ ഔട്ട്ലെറ്റ്. ഓക്കെ, ഇനി വർക്കിംഗ് നോക്കാം. സോ നമ്മൾ എന്ത് ചെയ്തു? വേക്കം സെന്ററിലേക്ക് അപ്ലൈ ചെയ്തു. ഫീഡ് ലിക്വിഡ് നമ്മൾ സെന്ററിലേക്ക് അപ്ലൈ ചെയ്തു അല്ലെ. ഫീഡ് ലിക്വിഡ് ഇങ്ങനെ സെന്ററിലേക്കാണ് കൊടുക്കുന്നത്. ദെൻ ലിക്വിഡ് ഇസ് ത്രോൺ ബിക്കോസ് ഓഫ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്. ഈ ഒരു ബക്കറ്റ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് തന്നെ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് കാരണം എന്ത് ചെയ്യും? ഈ ലിക്വിഡ് ഫിലിം സൈഡിലേക്ക് ത്രോ ചെയ്യും. അങ്ങനെ എന്ത് ഫോം ചെയ്യും? നേരത്തെ പറഞ്ഞ പോലെ ഒരു തിൻ ഫിലിം ഫോം ചെയ്യും. ദെൻ റേഡിയന്റ് ഹീറ്റർ ഹീറ്റ് ദിസ് തിൻ ഫിലിം. ഇവിടെ ഓൾറെഡി നമ്മൾ പറഞ്ഞു ഇവിടെ എന്തുണ്ട്? ഹീറ്റർ ഉണ്ടെന്ന്. അപ്പൊ ആ ഹീറ്റർ കാരണം എന്താകും? തിൻ ഫിലിം ഹീറ്റ് ആകും. അപ്പൊ അത് ഇവോപ്പറേറ്റ് ആയിട്ട് പോകും. ആൻഡ് വേപ്പർ ഗെറ്റ് കണ്ടൻസ്ഡ് ആൻഡ് ഡിസ്റ്റിലേറ്റ് ഇസ് ഫൗണ്ട്. അത് കണ്ടൻസറിലേക്ക് എത്തും. കണ്ടൻസറിന് അത് ഡിസ്റ്റിലേറ്റ് ഫോം ചെയ്യും. അപ്പോൾ ആ പ്രൊഡക്റ്റ് നമുക്ക് ഈ പ്രൊഡക്റ്റ് ഔട്ട്ലെറ്റിലൂടെ കളക്ട് ചെയ്യാം. റെസിഡ്യൂ നമുക്ക് റെസിഡ്യൂ ഔട്ട്ലെറ്റിലൂടെ കളക്ട് ചെയ്തിട്ട് വീണ്ടും റീസൈക്കിൾ ചെയ്യാം. രണ്ട് വർക്കിംഗും ഈസി തന്നെയല്ലേ? ഒരേപോലെ തന്നെയാണ്. ഇവിടെ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് കാരണം തിൻ ഫിലിം ഫോം ചെയ്യുന്നുണ്ട്. ഇവിടെയാണെങ്കിൽ വൈപ്പർ ആണ് ആ തിൻ ഫിലിം ഫോം ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നത്. അങ്ങനത്തെ ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ. മനസ്സിലായോ? സോ ഇതാണ് രണ്ട് ടൈപ്പ് ഓഫ് എക്യുപ്മെന്റ് യൂസ് ഫോർ മോളിക്കുലർ ഡിസ്റ്റിലേഷൻ. ഇനി ഇതിന്റെ യൂസ് നോക്കാം. എന്തൊക്കെയാ? പ്യൂരിഫിക്കേഷൻ ഓഫ് കെമിക്കൽ, യൂസ് ഇൻ റിഫൈനിങ് ഓഫ് ഫിക്സഡ് ഓയിൽ, വൈറ്റമിൻ എ ക്യാൻ ബി സെപ്പറേറ്റഡ് ഫ്രം ഫിഷ് ലിവർ ഓയിൽ,
Vitamin E can be concentrated. Free fatty acid can be distilled between 100 to 200 degrees Celsius. ഇതൊക്കെയാണ് some of the use of molecular distillation. അപ്പോൾ എന്താണ് molecular distillation പ്രിൻസിപ്പിൾ എന്ന് മനസ്സിലായോ? അതായത് നമ്മൾ ഇവിടെ വേക്കം അപ്ലൈ ചെയ്യും. വേക്കം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതായത് എയർ മോളിക്യൂൾസ് ഒക്കെ റിമൂവ് ചെയ്തു. സോ അതുകൊണ്ട് തന്നെ ഈ മോളിക്യൂൾസിലൊക്കെ വേക്കം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്താകും? ഇന്റർ മോളിക്കുലർ ഡിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യും. അപ്പോ മോളിക്യൂൾസിന് ലെസ് കൊളീഷൻ, അങ്ങോട്ടും ഇങ്ങോട്ടും കൊളീഷൻ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് കുറെ ഹീറ്റ് ആവശ്യമില്ല. സബ്സ്റ്റൻസിന് നമുക്ക് ലോവർ ടെമ്പറേച്ചറിൽ തന്നെ ബോയിൽ ആക്കാൻ പറ്റും. ഓക്കെ, സോ അങ്ങനെയാണ് വരിക. മനസ്സിലായോ? അതായത് നമ്മൾ ഇവിടെ വേക്കം ആണ് അപ്ലൈ ചെയ്യുക. വേക്കം അപ്ലൈ ചെയ്യുമ്പോൾ ഇന്റർമോളിക്കുലർ ഡിസ്റ്റൻസ് കൂടും. അപ്പൊ കൊളീഷൻ കുറയും. ഈ മോളിക്യൂള് കണ്ടൻസറിലേക്ക് എത്തണ്ടേ അല്ലേ? കണ്ടൻസറിലേക്ക് എത്തിക്കഴിഞ്ഞാലേ അവിടെ കണ്ടൻസേഷൻ നടക്കുള്ളൂ. അപ്പൊ കണ്ടൻസറിലേക്ക് എത്തുന്ന സമയത്ത് മോളിക്യൂൾസ് തമ്മിൽ കൊളൈഡ് ചെയ്യാൻ ചാൻസ് ഇല്ലേ അല്ലെ? എയറിലുള്ള മോളിക്യൂളും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊളൈഡ് ചെയ്യും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? എയർ റിമൂവ് ചെയ്തു. വേക്കം കൊടുക്കുന്ന സമയത്ത് ആ കൊളീഷൻ കുറയ്ക്കാം. ഓക്കെ, അതാണ് ഇതിന്റെ പ്രിൻസിപ്പിള്. മനസ്സിലായില്ലേ? സോ ഇതാണ് മോളിക്കുലർ ഡിസ്റ്റിലേഷന്റെ പ്രിൻസിപ്പിൾ.